ഒരു കുട്ടി അമിതവണ്ണമുള്ള അല്ലെങ്കിൽ പൊണ്ണത്തടിയുള്ള കുട്ടി ആകാനുള്ള റിസ്ക് ഫാക്ടേഴ്സ്, കാരണങ്ങൾ എപ്പോഴാണ് ആരംഭിക്കുന്നത്? നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് അമിതമായിട്ട് ഫുഡ് കഴിക്കുകയോ അല്ലെങ്കിൽ വ്യായാമം ചെയ്യാതിരിക്കുമ്പോഴോ അല്ല അമിതവണ്ണം ഉണ്ടാകുന്നത്. അതിനുള്ള വിത്തുകൾ കുട്ടി ജനിക്കുന്നതിന് മുന്നേ തന്നെ പാകി തുടങ്ങിയിട്ടുണ്ടാകും. ഉദാഹരണത്തിന് കുഞ്ഞിൻ്റെ അമ്മയുടെ ഗർഭകാലത്തിന് മുന്നേ ഉള്ള ആരോഗ്യം. അമിതവണ്ണമുള്ള അമ്മമാരാണെങ്കിൽ അങ്ങനെയുള്ള അമ്മമാരുടെ കുട്ടികൾ അമിതവണ്ണമുള്ള കുട്ടികളായിട്ട് ജനിക്കാനുള്ള സാധ്യതയുണ്ട്, ബിഗ് ബേബീസായിട്ട് ജനിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അമിതവണ്ണമുള്ള അമ്മമാരിൽ ഡയബറ്റിസ് അഥവാ പ്രമേഹ രോഗം, ഗർഭകാലത്തുണ്ടാകുന്ന പ്രമേഹ രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ അമ്മയുടെ ആഹാര രീതി ശരിയല്ലെങ്കിൽ അമ്മയ്ക്ക് തന്നെ അമിതവണ്ണം കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അമ്മയ്ക്ക് വ്യായാമമില്ലാത്തൊരു ശീലമാണ് ഗർഭകാലത്തെങ്കിലും ജനിക്കുന്ന കുഞ്ഞിൻ്റെ തൂക്കം കൂടുതലായി വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ സാധാരണ ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആവറേജ് നമ്മുടെ ഇന്ത്യൻ ബേബീസിന് ഒരു 3 കിലോയാണ് ഭാരമുണ്ടാകുക. 4 കിലോയിൽ കൂടുതലാകുമ്പോഴാണ് ബിഗ് ബേബീസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഡയബറ്റിസ് ഉണ്ട്, അമ്മയുടെ ബ്ലഡ് ഷുഗേഴ്സ് നിയന്ത്രിതമല്ലാത്ത പ്രമേഹ രോഗമാണെങ്കിൽ കുഞ്ഞിന് അമിതവണ്ണം ഉണ്ടാകും, പൊണ്ണത്തടിയുള്ള കുട്ടി ഉണ്ടാകും. ആ കുട്ടിക്ക് ജനിച്ച് കഴിയുമ്പോൾ ഷുഗർ അല്ലെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയാനുള്ള സാധ്യതയുമുണ്ട്. ഇങ്ങനെ പൊണ്ണത്തടിയുമായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പിന്നീടും ഈ പൊണ്ണത്തടി തുറന്നു കൊണ്ടുപോകാനും കുട്ടിക്കാലത്തും കൗമാരപ്രായത്തിലും മുതിർന്ന ആൾക്കാരാകുമ്പോഴും ഈ പൊണ്ണത്തടി തുടർന്ന് ട്രാക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്.